ആയിഷ ബീവി റളിയല്ലാഹു അൻഹയൊക്കെ സ്വതക്ക ചെയ്തത്, സംഭാവന നൽകിയത് പാവങ്ങളുടെ ലിസ്റ്റ് ബീവി ആയിഷ റളിയല്ലാഹു അൻഹയുടെ കയ്യിൽ, സൊഫിയ ബീവി റളിയല്ലാഹു അൻഹയുടെ കയ്യിൽ, സൈനബ് ബീവി റളിയല്ലാഹു അവരൊക്കെ കയ്യിലുണ്ട്. അവരൊക്കെ വീട്ടിൽ അവരെ സഹായത്തിന് നിൽക്കുന്ന സഹോദരിമാരുണ്ട്, ചെറിയ ഖിദ്മത്ത് ചെയ്യാൻ വേണ്ടിയിട്ട്. വല്ല സ്വതക്കയും വന്നാ പറയും, നമ്മൾ ആ ലിസ്റ്റിലുള്ള ആളുകളിലേക്ക് ഇത് കൊടുത്തേക്കണം, അല്ലെങ്കിൽ അവരോട് വരാൻ പറയണം. ഒരൊറ്റ ദിവസം ബീവി ആയിഷ റളിയല്ലാഹു അൻഹയുടെ വീട്ടിൽ കിട്ടിയ സംഭാവന 2 സഞ്ചിയിലായിട്ട് ആ വീട്ടിലേക്ക് വന്നത് എണ്ണി നോക്കുമ്പോൾ 1,80,000 ദിർഹമുണ്ട്. 1,80,000 ദിർഹമുള്ള ഈ സംഭാവന ബീവി ആയിഷ റളിയല്ലാഹു അൻഹയ്ക്ക് സ്വന്തം ഒരാൾ കൊടുത്തതാണ്. പക്ഷേ മഹദി ആ ലിസ്റ്റിലുള്ള ആളുകളോടൊക്കെ വരാൻ പറഞ്ഞു, അവർക്കൊക്കെ വിതരണം ചെയ്തു. വൈകുന്നേരം സൂര്യൻ അസ്തമിക്കുന്നതിന്റെ കുറച്ച് സമയം മുമ്പ് വീട്ടിൽ ആയിഷ റളിയല്ലാഹു അൻഹയ്ക്ക് സേവനം ചെയ്യാൻ വേണ്ടി വന്ന ഒരു സഹോദരിയുണ്ട്. ആ സഹോദരി വന്ന് ചോദിക്കുന്നു, ഉമ്മ 2 ദിർഹം നിങ്ങളുടെ കയ്യിൽ ബാക്കിയുണ്ടോ? എന്തിനാ മോളെ 2 ദിർഹം? ഇറച്ചി മേടിക്കാനാണ്. നിങ്ങൾ നോമ്പ് നോറ്റിട്ടുണ്ടല്ലോ, ഞാൻ നല്ല റൊട്ടി ഉണ്ടാക്കിയിട്ടുണ്ട്, അതിലേക്ക് കൂട്ടാൻ ഇറച്ചി കിട്ടിയാൽ ഒരു സന്തോഷല്ലേ? ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു, നേരത്തെ പറയണ്ടേ, കൊടുക്കാൻ തുടങ്ങിയപ്പോ ഒന്നും ഞാൻ ബാക്കി വെച്ചിട്ടില്ല, മുഴുവനും കൊടുത്തു. രാവിലെ മുതൽ വൈകുന്നേരമാകുമ്പോഴേക്ക് 1,80,000 ദിർഹം. ഇത് ഒരു ദിവസത്തിലെ സേവനമാണ്, ഒരു മാസത്തിലേതല്ല, ഒരു ജീവിതത്തിലേതല്ല, ഒരു വർഷത്തിലേതല്ല. ഇങ്ങനെ സാമൂഹ്യ രംഗത്ത് വലിയ സേവനം ചെയ്ത് അവർക്ക് കിട്ടുന്ന ഹദിയകൾ മുഴുവനും അവർ ചെലവഴിച്ചു. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജീവിക്കുന്ന കാലത്ത് ഏത് വീട്ടിലാണോ താമസിച്ചത് ആ വീട് തന്നെ അവസാനം വരെ മതി എന്ന അർത്ഥത്തിൽ ആയിഷ റളിയല്ലാഹു അൻഹയും മറ്റു സഹോദരില്ല. എന്തെങ്കിലും ഒന്ന് പഴക്കുമ്പോഴേക്ക് ബാപ്പക്ക് വിളിക്കാൻ പാടില്ല. അത് നമ്മുടെ നാവിലൂടെ വരരുത്. അതിന് അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നുള്ള ശിക്ഷ അവർ പൊരുത്തപ്പെട്ട് തരാതെ റബ്ബ് പൊറുക്കാതിരുന്നാൽ ഓരോന്നിനും 80 അടി അവിടെ ബാക്കിയുണ്ടാകും. ആ രൂപത്തിലുള്ള ചില പ്രയോഗങ്ങളില്ലേ, നഊദു ബില്ലാഹ്, ഒരിക്കലും ആ രൂപത്തിലുള്ള പ്രയോഗങ്ങൾ നടത്തരുത്. ചിലര് കാണാം സഹോദരങ്ങളെ ഒന്ന് അനങ്ങിയാൽ അടിക്കുന്നവര്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു അത്തരക്കാരോട്, പകര് മുഴുവനും ഷണ്ട കൂടിയിട്ട് അടിച്ചിട്ടും മറ്റുമൊക്കെ നീ ഉപദ്രവിച്ചിട്ട് വൈകുന്നേരമാകുമ്പോ കയറിക്കിടക്കാൻ നിനക്കൊരു നാണമില്ലല്ലോ എന്ന് തങ്ങൾ ചോദിച്ചിട്ടുണ്ട്. വല്ലാത്തൊരവസ്ഥയല്ലേ? നിങ്ങൾ നോക്ക്, ദുസ്വഭാവങ്ങൾ നമ്മിൽ നിന്ന് ഉണ്ടാകരുത്. നല്ല സ്നേഹങ്ങളും നല്ല പെരുമാറ്റങ്ങളുമാണ് ഉണ്ടാകേണ്ടത്. ആ പെരുമാറ്റങ്ങളും ആ സ്നേഹങ്ങളുമാണ് നമ്മുടെ മക്കളിലൂടെ സഹോദരങ്ങളെ നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയ സംഭാവന. ഉപ്പയും ഉമ്മയും തമ്മിലുള്ള നല്ല ജീവിതം അത് മക്കളിലേക്ക് പറഞ്ഞു കൊടുക്കാതെ തന്നെ പകർന്നു കിട്ടും. അവര് തമ്മിലുള്ള ഇബാദത്ത്, അവര് തമ്മിലുള്ള നന്മകളിലുള്ള സഹകരണം അത് മക്കളിൽ താവടിയായി രൂപപ്പെട്ടു വരും. എത്രയോ ഉദാഹരണങ്ങൾ അതിൽ കാണാം. ബഹുമാനപ്പെട്ട ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിനെ പോലെ നല്ല സേവനങ്ങൾ ചെയ്യുന്നവരല്ലേ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ മക്കൾ മുഴുവനും. നല്ല സേവനവും ജനങ്ങൾക്ക് നല്ല ക്ഷേമ പ്രവർത്തനങ്ങളൊക്കെ ചെയ്യാൻ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ അതേ സ്വഭാവമാണ് മക്കളെല്ലാവരും ശീലിച്ചത്. ബാപ്പയിൽ നിന്നും ഉമ്മയിൽ നിന്നും കിട്ടിയ ആ സ്നേഹത്തിന്റെ സ്വഭാവങ്ങളാണ് പകർത്താനുള്ളത്. ചെറിയ വിഷമങ്ങൾ വരുമ്പോഴേക്ക് മാപ്പാക്കാനുള്ള കഴിവ് വേണം, വിട്ടുവീഴ്ച ചെയ്യാനുള്ള മനോഭാവം വേണം. ആ മനോഭാവമാണ് നമ്മുടെ ജീവിതത്തിന്റെ നിലനിൽപ്പ്. വിട്ടുവീഴ്ച, ഒരു വർത്തമാനങ്ങളൊക്കെ പറഞ്ഞാൽ അതിന് വിട്ടുവീഴ്ച, പൊരുത്തപ്പെടിക്കാൻ പറ്റുന്ന തരത്തിലുള്ളൊരു സ്നേഹം. ബഹുമാനപ്പെട്ട സയ്യിദത്തുന ബീവി ഫാത്തിമ റളിയല്ലാഹു തആല അൻഹ, സഹോദരിമാരോടും എനിക്ക് പറയാനുള്ളത് അങ്ങനെ തന്നെയാണ്. നാവിന് നീളം കൂടാൻ പാടില്ല. ചിലപ്പോൾ ചില വീടുകളിൽ നല്ല മൗനിയായിട്ട് നല്ല ക്ഷമയുള്ള ആളായിട്ട് അവാർഡ് കൊടുക്കേണ്ട ആളായിട്ട് ഭർത്താവ് കഴിയുന്നുണ്ടാകും. അപ്പുറത്ത് നിൽക്കുന്ന ഇണ നല്ല കസർത്ത്, വാചക കസർത്തിന് വലിയ മാർക്ക് കൊടുക്കേണ്ട ആളാകും. അപ്പോഴും ഉമ്മമാരെ, നമുക്ക് ലഭിക്കുന്ന മക്കളിൽ, പേരമക്കളിൽ ആ സ്നേഹത്തിന്റെ കുറവ് വരും. അത് ഉണ്ടായിക്കൂടാ. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ ഒരൊറ്റ വാക്ക് അലി റളിയല്ലാഹു അൻഹുവിനോട് അധികം പറഞ്ഞപ്പോ
അത് പൊരുത്തപ്പെടിക്കാനും അത് തിരുത്താനും വേണ്ടി അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിർദ്ദേശിച്ചിട്ടുണ്ട്. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ അത് മാപ്പാക്കി കിട്ടാൻ അലി റളിയല്ലാഹു അൻഹുവിന്റെ ചുറ്റും പലതവണ നടന്നിട്ടുണ്ട്. 70 ചില്ലാനം തവണ അത് മാപ്പിന് വേണ്ടി അപേക്ഷിച്ചു. അലി റളിയല്ലാഹു അൻഹു മാപ്പാക്കി കൊടുത്തപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രതികരണം, നിന്റെ ഭർത്താവായ അലി റളിയല്ലാഹു അൻഹു മാപ്പ് തന്നില്ലെങ്കിൽ ജീവിതത്തിലും ആഖിറത്തിലും നീ പരാജയപ്പെടുമായിരുന്നു. വാക്കുകൾ പറയുന്നിടത്ത് പ്രതികരിക്കുന്നിടത്ത് നല്ലോണം ശ്രദ്ധിക്കണം. ഒരിക്കലും നമ്മെ കണ്ടുകൂടാത്ത, നമ്മുടെ സഹവാസം ഇഷ്ടപ്പെടാത്ത രീതിയിലുള്ളൊരു സമ്പർക്കമാകരുത്. കൂടെ എപ്പോഴും കൂടെ ഭർത്താവ് വേണം, എപ്പോഴും കൂടെ ഇരിക്കണം, ഒന്ന് കാണണം. ഒന്ന് പുറത്തുപോയി വന്നാൽ വീണ്ടും ഒന്ന് കാണണം. ആ തരത്തിലുള്ള നല്ല സ്നേഹവും നല്ല സ്വഭാവവുമാകണം. എന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഒരൊറ്റ മണിക്കൂർ സംസാരിക്കാൻ കിട്ടിയാൽ തങ്ങളുള്ള വീട്ടിലേക്ക് പരിസരങ്ങളിൽ നിന്ന് 9 വീടുകളിൽ നിന്നും ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങൾ ഒരുമിച്ച് എത്തുന്നു. ചുറ്റുഭാഗത്തും കൂടിയിരുന്നവർ വർത്തമാനം പറയുന്നു. അതവർക്ക് വലിയൊരു സന്തോഷമാണ്. പകല് സമയത്ത് അങ്ങനെ ഒന്ന് നേരം കിട്ടിയാൽ അതിനുവേണ്ടി തങ്ങളൊരവസരം കൊടുക്കുകയാണ്. അപ്പൊ അവരുടെ ഇടയിലിരിക്കുമ്പോൾ അവരങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സംസാരിക്കും. എന്തെങ്കിലും ഒരു വാക്ക് പറ്റാത്ത ചൊയുള്ളൊരു വാക്ക് വന്ന അപ്പൊ തങ്ങളത് തിരുത്തും. അത് വേണ്ട, വാക്കുകളൊക്കെ പറഞ്ഞോളി, ആ വർത്തമാനം വേണ്ട, തിരുത്തും. അവരുടെ ആ സ്നേഹം അത് വല്ലാത്തൊരു സ്നേഹമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരോടൊപ്പം ഇരുന്ന് സംസാരിക്കുന്ന ആ ഒരു നല്ല സന്ദർഭം അവർക്ക് വല്ലാത്ത ഇഷ്ടമുള്ളൊരു സന്ദർഭമാണ്. നമ്മളെ ഞാനൊന്ന് വിദേശത്ത് പോയി കുറച്ച് കാലം കഴിഞ്ഞിട്ട് വരിക എന്ന് പറയുമ്പോൾ, നിങ്ങൾ എത്ര കാലം കഴിഞ്ഞിട്ടേ വരിക? ഞാൻ 2 കൊല്ലം കഴിഞ്ഞിട്ട് വരാം. 2 ആകണ്ട, ഒരു 4 ആയിക്കോട്ടെ. നിങ്ങൾ നല്ല സമ്പാദ്യമൊക്കെ ഉണ്ടായിട്ട് നല്ല റാഹത്തൊക്കെ ഉണ്ടായിട്ട് നിങ്ങൾ പോരി എന്ന് പറയുമ്പോൾ എന്താപ്പാ പ്രതികരണം? അല്ല, നിങ്ങൾ പോണതിന് കുഴപ്പമൊന്നുമില്ല, നിങ്ങൾ പോയി ഒരു കൊല്ലത്തിൻ്റെ ഇടയ്ക്ക് ഒരു 2 മാസത്തെ ലീവെങ്കിലും ഉണ്ടാക്കിയിട്ട് നിങ്ങൾ വരണം. എന്തിനാ അങ്ങനെ പറയുന്നത്? ആ ജീവിതത്തിൻ്റെ ആ ഒരവസ്ഥ മടുപ്പില്ലാത്ത, എന്നും ആ സ്നേഹത്തോടെ നിലനിൽക്കണം, നിലനിന്ന് കിട്ടണം എന്ന് ആഗ്രഹിച്ച ആഗ്രഹം കൊണ്ടാണ്. നമ്മെ എങ്ങനെ ദൂരത്തേക്ക് തള്ളി നീക്കി മാറ്റേണ്ട ഒരാളാകരുത്. നമ്മെ എപ്പോഴും അടുപ്പിക്കേണ്ട രൂപത്തിലുള്ള സ്വഭാവവും പെരുമാറ്റവും ഉള്ള ആളാകണം. അങ്ങനെ ആകണം. അങ്ങാടിയിൽ കാണുമ്പോൾ നല്ല ഫേസ് കട്ടാണ്, അയാളെപ്പോലെ ഒരു നല്ല സ്വഭാവമുള്ള ആൾ ഉണ്ടാകൂല എന്ന് ഒരാളെ പറ്റി പറയുന്ന അതേ ഭാഷ പടി കയറിയാലും വേണം. ഉസ്താദേ, പടി കയറിയാൽ ആള് കരിമ്പൂച്ചയാണ്. സുബ്ഹാനല്ലാഹ്, കരിമ്പൂച്ചാൻ പാടില്ല. ചില വീടുകളിലൊക്കെ അപ്പുറത്തുള്ള വീട്ടുകാർ ഇനി നമുക്ക് ഉറങ്ങാന്ന് പറയും. എന്തേ ഉറങ്ങാന്ന് പറയുന്നത്? ഇനി നമുക്ക് ഉറങ്ങണതിന് പ്രശ്നമല്ല. എന്താ നിങ്ങൾ ഉറങ്ങാന്ന് പറഞ്ഞത്? നിങ്ങൾക്ക് എന്തോ സിഗ്നൽ കിട്ടിയോ? അത് അപ്പുറത്തുള്ള പുരക്കാരനെത്തിയിട്ടുണ്ട്. ഇനി എന്ത് പ്രശ്നം ഉണ്ടായാലും മൂപ്പർ അവിടുന്ന് ശബ്ദിക്കുന്ന ശബ്ദം കൊണ്ട് കള്ളന്മാരും പോകും, കൊള്ളക്കാരും പോകും, എല്ലാവരും ഒഴിഞ്ഞു പോകും. അതുകൊണ്ട് നമുക്ക് സ്വന്തമായിട്ട് ഉറങ്ങാം എന്ന് ഇപ്പുറത്തും അപ്പുറത്തുള്ള അയൽവാസികൾ നമ്മളെ പറ്റി പറയുന്ന ഒരു പരിതസ്ഥിതി അങ്ങനെ ഉണ്ടാകാൻ പാടില്ല. നമ്മളെ സ്നേഹവും നമ്മളെ സ്വഭാവവും നമ്മുടെ അയൽക്കാരടക്കം അനുഭവിക്കുന്ന രൂപമാകണം. നിങ്ങൾ നോക്ക്, ആരും സപ്പോർട്ട് ചെയ്യാത്തൊരു മനുഷ്യനാണ് ബഹുമാനപ്പെട്ട ഇമാമുൽ ആലം അബൂ ഹനീഫത്തുൽ കൂഫി റളിയല്ലാഹു തആല അൻഹു സപ്പോർട്ട് ചെയ്തത്. തൊട്ട അയൽവാസി, അയാൾ മഹാകുടിയനായിരുന്നു. എന്നും കുടിച്ചു വന്നിട്ട് അങ്ങനെ പാട്ട് പാടും. അല്ലാഊനി വഅയ്യു ഫതൻ അല്ലാഊ ലിയൗമി കരീഹത്തിൻ വസിദാദി തഗ്രീ. ഒരു വരിയാണ് പാട്ട് പറയേണ്ടത്. അങ്ങനെ പാട്ട് പാടും. ആ പാട്ട് പാടുന്ന നേരമല്ലല്ലോ ഇപ്പോൾ, പാട്ട് അങ്ങനെ പാടും. ഒരു ദിവസം ഇമാമുൽ ആലം തങ്ങൾ നിസ്കാരം കഴിഞ്ഞ് ഇശാഇന്റെ ശേഷം വന്നപ്പോൾ, സാധാരണ ആ ടൈമാകുമ്പോൾ പാട്ട് കേൾക്കലുണ്ട്, ചോദിച്ചു, കുടുംബിനിയോട് ചോദിച്ചു, അല്ല ഇന്ന് നമ്മളെ അയൽവാസി വന്നിട്ടില്ലേ, എന്തേ പാട്ടൊന്നും കേൾക്കണില്ലല്ലോ, സാധാരണ നമ്മൾ വരുമ്പോൾ ഉണ്ടാകലല്ലോ. പോലീസുകാർ പിടിച്ചുകൊണ്ടോയി എന്ന് പറഞ്ഞു. പോലീസുകാർ പിടിച്ചുകൊണ്ടോയി എന്ന് പറഞ്ഞാൽ സാധാരണ അർത്ഥത്തിൽ നമ്മൾ ആൾക്കാരൊക്കെ എന്ത് പറയും? ഓ, ഇനിയിപ്പോൾ ഉറങ്ങാ, തലവേദന അല്ലാതെ മറ്റേ എന്തൊക്കെയാണ് അവിടുന്ന് കേൾക്കരുന്നല്ലേ പറയല്.
അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു അപ്പൊ തന്നെ വീട് വിട്ടിറങ്ങി, വാഹനത്തിൽ കയറി പോലീസ് സ്റ്റേഷനിലേക്ക് പോയി. പോലീസ് സ്റ്റേഷനിലേക്ക് ഇമാമുൽ ആലം തങ്ങൾ വരുന്നത് കണ്ടപ്പോൾ പോലീസ് സൂപ്രണ്ട് ജയിലിൽ നിന്ന് ഇറങ്ങി ഓടി വന്നിട്ട് പറഞ്ഞു, ഉസ്താദേ എന്തിനാ നിങ്ങൾ വന്നത്? പള്ളി വിട്ടാൽ വീട്ടിലേക്കും വീട് വിട്ടാൽ പള്ളിയിലേക്കും മാത്രം പോകുന്ന നിങ്ങൾ ജയിലിലേക്ക് ആർക്ക് റെക്കമെൻഡിന് വന്നതാണ്? ഒരാളെ പറഞ്ഞയച്ചാൽ പോരെ, നിങ്ങൾ വരേണ്ടതില്ലല്ലോ. എന്റെ അയൽവാസിയെ നിങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് എന്ന് വിവരം കിട്ടി, എനിക്കവനെ ഒന്ന് കാണണം. അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു അയൽവാസിയെ വിളിക്കുമ്പോ അയൽവാസി മുന്നിൽ വന്നിട്ട് പറയുന്നു, ഉസ്താദേ നിങ്ങൾ എന്റെ കാര്യത്തിൽ ഇടപെടുമെന്ന് ഞാൻ കരുതിയിട്ടില്ല, അതുകൊണ്ട് നിങ്ങളെ മുൻനിർത്തിയിട്ട് പറയുന്നു, ഇനി മേലാൽ ഞാൻ മദ്യപിക്കൂല. ഞാനത് നിർത്തി, ആ പണി ഞാൻ ഇന്നത്തോടുകൂടെ നിർത്തി. ഇന്നലെയാണ് എന്നെ ഇവർ കൊണ്ടുവന്നത്, ഇനി ഞാൻ ആ പണിക്ക് പോകൂല, ഞാനത് അവസാനിപ്പിച്ചു. ഇമാമുൽ ആലം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹുവിന്റെ സമീപനം കൊണ്ട് കുടുംബത്തിലുള്ളവർക്ക് വലിയ സന്തോഷവും സമാധാനവും കിട്ടി. ആ മനുഷ്യന്റെ ജീവിതം നന്നായി, നല്ല നടപ്പുകാരനും നല്ല സ്വഭാവക്കാരനുമായി മാറി. നമ്മളെ കൊണ്ട് നമ്മളെ അയൽവാസികൾക്ക് നന്മ കിട്ടുന്ന ആളുകളാകണം. എന്തൊരു ഇടങ്ങേറാണ് അയാള്, ആ പെണ്ണ് എന്തൊരു നല്ല പെണ്ണാണ്, എന്തൊരു പെണ്ണാണ് ആ പെണ്ണ്, ആ ആണ് എന്തൊരു നല്ല ആണാണ് എന്ന രൂപത്തിൽ സഹോദരങ്ങളെ സഹോദരിമാരെ പ്രതികരണത്തിന്റെ ഭാഷയാകരുത് അയൽവാസികളിൽ നിന്ന് ലഭിക്കേണ്ടത്. നമ്മൾ നല്ല ആളായി തിരിച്ചറിയാനുള്ള അടയാളം അതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ഒരാളടുത്ത് വന്നിട്ട് പറഞ്ഞു, നബിയെ ഞാൻ എങ്ങനെ ജീവിക്കണം? കുൻ മുഹ്സിനൻ, നീ നല്ല ആളായിട്ട് ജീവിക്കണം തങ്ങൾ പറഞ്ഞു. അപ്പൊ അദ്ദേഹം ചോദിച്ചു, ഞാൻ നല്ല ആളായി നിനക്ക് എങ്ങനെ മനസ്സിലാകുക? അപ്പൊ തങ്ങൾ പറഞ്ഞു, സൽ ജീറാനക്, നിന്റെ അയൽവാസികളോടൊക്കെ ഒന്ന് ചോദിക്ക്, അപ്പൊ റിസൾട്ട് കിട്ടും. ഫൈൻ ഖാലു ഇന്നക മുഹ്സിനുൻ ഫഅൻത മുഹ്സിൻ, അയൽക്കാരൊക്കെ പറഞ്ഞു നീ നല്ല ആളാണ്. ഡയറക്റ്റ് ചോദിക്കേണ്ട, ഒരു പക്ഷേ മടികൊണ്ട് അങ്ങനെ പറഞ്ഞു എന്ന് വരും, വേറെ ആർക്കൊണ്ടെങ്കിലും ചോദിപ്പിച്ചാൽ മതി, ഉത്തരം വേഗം കിട്ടും. നല്ല ആളാണെന്ന് അവർ പറഞ്ഞോ, എന്നാ നീ നല്ലവനാണ്. വൈൻ ഖാലു ഇന്നക മുസീഉൻ, അവര് പറഞ്ഞു നീ ദുസ്വഭാവിയാണ്, മോശപ്പെട്ട ആളാണ്, എന്നാ നീ മോശക്കാരുമാണ്. നമ്മൾ നല്ല ആളാണോ അല്ലേ എളുപ്പത്തിൽ മനസ്സിലാവൂലേ? അപ്പുറത്തുള്ളവർക്ക് പെട്ടെന്ന് മനസ്സിലാവും. അതിന് കൂടുതൽ കാലം ജീവിക്കൊന്നും വേണ്ട, കുറഞ്ഞ കാലം ജീവിച്ചാൽ തന്നെ മതി. നല്ല രൂപത്തിൽ സഹകരിക്കണം, നല്ല രൂപത്തിൽ സഹകരിക്കണം. പിന്നെ നല്ല പെരുമാറ്റത്തിന്റെ ഭാഗമായിട്ട് പുരുഷന്മാരോട് ഞാൻ ഒരു കാര്യം കൂടി പറയട്ടെ. ഏതെങ്കിലും തരത്തിൽ ഭക്ഷണം ഉണ്ടാക്കി തരുമ്പോ ഒരു കുറവ് വന്നാൽ നമ്മളത് സഹിക്കണം, നമ്മളത് ക്ഷമിക്കണം. ഒരിക്കൽ ഭക്ഷണം ഉണ്ടാക്കിയപ്പോ ഒന്ന് എരിവ് കൂടിപ്പോയി, കൽപ്പിച്ചുട്ട് എങ്ങനെ ചെയ്യോ? ചെയ്യൂല, നവിനൊന്നും ചെയ്യണ്ടേ. ഒരിക്കൽ ഉപ്പ് കുറഞ്ഞു പോയി, അതൊക്കെ ഒരു പാകത്തിന് എന്നാണല്ലോ അതിന്റെ കണക്ക് അല്ലേ? മുളകെത്ര? പാകത്തിന്. ഉപ്പത്ര? പാകത്തിന്. അതിന് അളവുണ്ടോ? ഡിഗ്രി ഉണ്ടോ? പാകത്തിന് എന്നല്ല അതിനൊക്കെ പറയല്. ആരോട് ചോദിച്ചു നോക്കി, എത്ര വലിയ കുക്കിന്റെ ആളോട് ചോദിച്ചു നോക്കി, അയാൾ മറുപടി ഇതാ പറയാം, പാകത്തിന് ഉപ്പ്, പാകത്തിന് പുളി, പാകത്തിന് മുളക്, പാകത്തിന്. ഇതൊക്കെ പാകത്തിന് എന്നല്ല പറയല്. അപ്പൊ ഒന്ന് കൂടിപ്പോയി. സുബ്ഹാനല്ലാഹ്, ഒന്ന് കൂടിയപ്പോഴാണ് ഭക്ഷ്യവസ്തുക്കളുടെ നിലവാരം മുഴുവനും കുടുംബങ്ങളും അയൽക്കാരൊക്കെ അറിഞ്ഞത്. മുളക് പൊടിന്റെ വില, അതേപോലെ ഈ കൊണ്ടുവന്ന അരിന്റെ വില, ഉരുളൻകിഴങ്ങിന്റെ വില, സവാളയുടെ വില ഒക്കെ അറിഞ്ഞു. ഇനിയിപ്പോ അതിന് മാർക്കറ്റ് പത്രമൊന്നും വായിക്കേണ്ട ആവശ്യമല്ല, എല്ലാം അറിഞ്ഞു. നമ്മളെ വർത്തമാനത്തിലൂടെ അങ്ങനെ വരരുത്. നമ്മളത് കുറച്ച് ക്ഷമിക്കണം, സഹിക്കണം. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വഭാവം നോക്ക് നിങ്ങൾ. മാ ആബ തുആമൻ ഖത്തു, ഒരിക്കൽ പോലും ഒരു ഭക്ഷണത്തെയും തങ്ങൾ കുറ്റം പറഞ്ഞിട്ടില്ല. ഒരിക്കലും ജീവിതത്തിൽ ഒരൊറ്റ ഭക്ഷണത്തെയും കുറ്റം പറഞ്ഞിട്ടില്ല. തങ്ങൾക്ക് ഇഷ്ടായോ തങ്ങൾ ഭക്ഷിക്കും, ഇല്ലേ വേണ്ടാന്ന് വെക്കും. നമ്മൾ രണ്ടും ചെയ്യും, കുറ്റം പറയും ചെയ്യും, പ്ലേറ്റ് കാലിയാക്കും ചെയ്യും. നമ്മൾ മിടുക്കന്മാരാ. എന്താ ഇതിങ്ങനെ, അത് പൊരിച്ചോ ഒന്നും ആയില്ലല്ലോ, വറവിട്ടൊന്നും വേണ്ടത്രല്ലോ, ഇവിടെ ഒന്നും ചേർന്നിട്ടില്ലല്ലോ. അപ്പൊ അടുക്കളേന്ന് അവര് വിചാരിക്കും ഇനിയിപ്പോ രാത്രിക്കും ഏകദേശം ഇതൊന്ന് റീകണ്ടീഷൻ ചെയ്താൽ മതിയാകും. പക്ഷെ പാത്രം എടുക്കാൻ വന്ന് നോക്കുമ്പോ അതിൽ മുള്ളും എല്ലും തോലേ ഉള്ളൂ. അല്ല, നിങ്ങളല്ലേ പറഞ്ഞത് ഇങ്ങനെ അങ്ങനെ ആയില്ല, അത് പിന്നെ ഞാൻ തിന്നപ്പോ പിന്നെ അങ്ങനെ പിന്നെന്തിനാ പറഞ്ഞ്?
പറച്ചിലായിട്ട് വക നമ്മളെ വക ഓഫർ ആ പറച്ചില്. അത് വേണ്ട, കുറ്റം പറയരുത്. കുറ്റം പറയുമ്പോൾ സഹോദരങ്ങളെ, ഈ ഉണ്ടാക്കി തന്നതൊന്നും നമ്മൾ അംഗീകരിച്ചില്ല എന്നല്ലേ. ശരിയായ നിയമപ്രകാരമായിട്ട് ഉസ്താദൊക്കെ ഉണ്ട് ഇവിടെ, ശരിയായ നിയമപ്രകാരമായിട്ട് ഫിഖ്ഹിന്റെ മസല പറയുകയാണെങ്കിൽ എന്തേ ഉണ്ടാക്കാഞ്ഞു എന്നുള്ള ചോദ്യത്തിന് പ്രസക്തി ഇല്ലണ്ടോ? ഇല്ല. കാരണം നമുക്ക് ഭക്ഷണം ഉണ്ടാക്കിത്തരണം എന്ന് ഒരൊറ്റ ഇണയോടും കൽപ്പനയില്ല. നമുക്ക് അലക്കിത്തരണം എന്ന് ഒരു ഇണയോടും ആഫിയത്ത് കൂടും. 10 മണിയാകുമ്പോൾ ഒന്നുകൂടി കൂടും. ഒരു ദിവസം കഴിയുകയാണെങ്കിൽ നല്ല ബലം തന്നെ വേണ്ടി വരും, അല്ലെങ്കിൽ കൈ വേദനാവും. അങ്ങനെ അതിന് കട്ടി കൂടും. ആ തരത്തിലുള്ള കട്ടിയുള്ള റൊട്ടി ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ ചോദിച്ചു തങ്ങള്, കൂട്ടാൻ വല്ലതും ഉണ്ടോ എന്ന് ചോദിച്ചു. ഭാര്യമാരോട് ചോദിക്കുന്നു, കൂട്ടാൻ വല്ലതും ഉണ്ടോ? കൂട്ടത്തിൽ ഒരു ഭാര്യ പറഞ്ഞു, അൽ ഹല്ലു, സുർക്കുണ്ട്. നമ്മളോടാണ് ഈ സുർക്കുണ്ട്. നിങ്ങളൊന്നൊന്ന് കണക്കൂട്ടിയൊക്കെ രാവിലുള്ള ചപ്പാത്തിക്ക് കൂടെ സുർക്കുണ്ട്. സുർക്ക വേണ്ട, നെയ്യുണ്ട് എന്ന് പറഞ്ഞാൽ തന്നെ എങ്ങനെ ഉണ്ടാവും? അല്ല, അന്നൊന്നും കാര്യമായിട്ടൊന്നും നിങ്ങൾ നെയ്യ് കൂട്ടി അഡ്ജസ്റ്റ് ചെയ്തോളി പറഞ്ഞാൽ. സുർക്കുണ്ട് എന്ന് ഒരു അഭിപ്രായം വന്നപ്പോ തങ്ങള് സുർക്കേ, നമ്മളാണെങ്കിൽ പറയില്ല അത് അവിടെ കൊടുത്താളി എന്നൊക്കെ. വൈക്കലിപ്പോ എങ്ങനെയാണ് പറയാ? അങ്ങനെ പല പേരും പറയില്ലേ ചില ആൾക്കാരൊക്കെ. അങ്ങനെ പറയാൻ പാടില്ല കേട്ടോ, അതൊരു ദഹിക്കാത്ത വാക്കാണ്. സുർക്കുണ്ട് എന്ന് പറഞ്ഞപ്പോ തങ്ങളെ മറുപടി, നിഅമൽ ഉദുമു അൽ ഖൽ, സുർക്ക നല്ല കൂട്ടാനാണ് കൊണ്ടുവരുന്നത്. നമ്മൾ പറയും അങ്ങനത്തെ ഒരു ഭാഷ, നിഅമൽ ഉദുമു അൽ ഖൽ, സുർക്ക നല്ല കൂട്ടാനാണ്. നമ്മൾ പീടിയെന്ന് വാങ്ങണ ആ സുർക്കല്ല കേട്ടോ അത്. അതല്ല. അതുമല്ല. സുർക്ക എന്ന് പറഞ്ഞാൽ ഒറിജിനൽ ദ്വീപിലും മറ്റൊക്കെ എടുക്കലിൻ്റെ ഒരു സുർക്ക, തെങ്ങിൽ നിന്ന് എടുക്കുന്ന രീതിയിലുള്ള ആ സുർക്ക, അതാണ് സുർക്ക ഒറിജിനൽ. മറ്റേതൊക്കെ ഉള്ളിൽ കുറച്ച് കഴിഞ്ഞാൽ ചിലപ്പം കേടുവരും, ആസിഡാണ് അതിലൊക്കെ ഉള്ളത്. അതല്ല സുർക്കായിട്ട്. അതുകൊണ്ടാണല്ലോ അത് അത്രയും കാലമൊക്കെ, അല്ലെങ്കിൽ എത്ര കൊല്ലക്കണക്കിനാണ് ഒരു സാധനം ഇങ്ങനെ ഉപ്പിലിട്ടും മറ്റൊക്കെ നിൽക്കുന്നത്. ദീർഘായുസനെ വരാൻ കഴിയില്ല. യഥാർത്ഥത്തിലുള്ള സുർക്ക അത് നല്ല കൂട്ടാനാന്ന് പറഞ്ഞ് തങ്ങളത് വാങ്ങുകയും ഉപയോഗിക്കുകയും ചെയ്തു. ചെറിയ ഒരു കൂട്ടാനിലാണ് തങ്ങൾ ആ തൃപ്തിപ്പെട്ടത്. ഒരിക്കലും അതിനെ ആക്ഷേപിച്ചിട്ടില്ല. ഒന്നുകൂടി ഞാൻ പറയട്ടെ, നമ്മളെ സ്വഭാവം നന്നാക്കുന്നതിന് നിങ്ങൾ ആരുടെയെങ്കിലും ഉമ്മമാരോ സഹോദരിമാരോ മക്കളോ പെൺകുട്ടികളോ പെങ്ങന്മാരോ അമ്മായിമാരോ ഉണ്ടാക്കി തന്ന ഭക്ഷണത്തിൽ എപ്പോഴെങ്കിലും ഒരു മുടി കിട്ടിയെന്ന് കൂട്ടിക്കോളൂ. മുടി നേസാണോ? നേസൊന്നല്ലത്. അപ്പൊ തന്നെ നേസാന്നറിയാം. നേസൊന്നല്ല, അതങ്ങനെ എടുത്തിട്ടാ മതി, ഒരു കുഴപ്പമില്ല. അതിന് ഉണ്ടോ? ഒരു കുഴപ്പമില്ല. പക്ഷെ രക്തം തിളക്കരുത്. രക്തം ആ സമയത്ത് തിളക്കരുത്. ഞരമ്പൊന്നായിട്ട് എന്താകരുത് എന്നാ പറയണ്ടേ? പച്ച ആകരുത്, അല്ലെങ്കിൽ ചോപ്പാകരുത്, നീലാകരുത് എന്ന് പറയാ നല്ലേ. ചൂട് കൂടുമ്പോഴേ നീലാകരുത്. എന്നിട്ട് കുറച്ച് വർത്തമാനങ്ങൾ ഇങ്ങനെ കുറച്ച് ഭാഷ കലർന്നിട്ട് വേറെ വരരുത്. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് കിട്ടി ഒരു വെള്ളപാത്രത്തിൽ നിന്ന് ഒരു അൻസാരിയായ സ്വഹാബി കൊണ്ടുവന്ന പാത്രം, മരപ്പാത്രത്തിലാണ് വെള്ളം കൊണ്ടുവന്ന് കൊടുത്തത്. പഴയ കാലത്ത് നമ്മളെ നാട്ടിൽ കുടിച്ചിരുന്ന അങ്ങനെ തന്നെയാണ്. മരപ്പാത്രത്തിൽ വെള്ളം കൊണ്ടുവന്ന് കൊടുത്തപ്പോൾ തങ്ങൾ ആ വെള്ളത്തിലേക്കൊന്നും ഇങ്ങനെ നോക്കിയപ്പോൾ ഒരു മുടി, ഈ കൊണ്ടുവന്ന സ്വഹാബിന്റെ മുടിയാണ്, ചെറിയൊരു മുടി. ആ മുടി തങ്ങൾ ഇങ്ങനെ എടുത്തു. നമ്മളാണെങ്കിൽ ആ മുടി അടക്കാ വെള്ളം ഒറ്റ തള്ളല. എങ്ങനെ തള്ളരുത്? ഒരു ഗ്ലാസ്സിൽ നിന്ന് നിങ്ങൾ വെള്ളം കുടിച്ചാൽ മുഴുവനായും കുടിക്കണം. അടിയിൽ എന്തെങ്കിലും ദഹിക്കാൻ പറ്റാത്തതുണ്ടെങ്കിൽ മാത്രം ഒഴിവാക്കണം. അങ്ങനല്ല ഇപ്പോഴത്തെ ശൈലി. എങ്ങനെയാ പറയാ പലർക്കും? നിങ്ങൾ ഒരു ഗ്ലാസ് വെള്ളം കൊടുത്താൽ 3/4 ഗ്ലാസ് കുടിക്കും. 1/4 ഗ്ലാസ് എന്താ സുന്നത്തുണ്ടാ? ചോദ്യം ഉണ്ട് പടച്ചോന്റെ അടുത്ത്. ആ ചിന്തിയത് എന്തിനാ? ചായപ്പൊടിയാണെങ്കിൽ താഴോട്ട് പറ്റൂലത്, അത് വലിയ പ്രശ്നമാണ്. അതുകൊണ്ട് ചിന്തിച്ചാൽ അത് അവിടെ ഒന്നോട്ടെ. ചായപ്പൊടി മറ്റൊക്കെ ആണെങ്കിൽ. അല്ല, വെള്ളത്തിന്റെ അടിയിൽ ഉള്ളിലേക്ക് ചേരാൻ പറ്റാത്ത ചെറുതൊക്കെ കാണുന്നുണ്ട്, ഞാൻ കുറച്ചുകൂടെ ബാക്കി വെച്ച് ഒന്നോട്ട് പോകണ്ടെന്ന് എഴുതിയിട്ട്. ഇത് നല്ല പ്യൂർ വാട്ടറാ. അത് കുടിച്ചാലും കുറച്ച് ഒരു 1/4 ഭാഗം ചിന്തിക്കളെ. എന്തിനാ സഹോദരങ്ങളെ? പാടില്ല ഒരിക്കലും. ഹിസാബുണ്ട് അതിന്. വെള്ളം അല്ലാഹു തആല തന്ന അനുഗ്രഹമല്ലേ? നമ്മളെന്തിനാ ചിന്തിക്കളയുന്നത്? വെള്ളപാത്രത്തിലേക്ക് നോക്കിയിട്ട് ഈ മുടി ഇങ്ങനെ തങ്ങൾ കൈ കൊണ്ടെടുത്തു. എടുത്തിട്ട് തങ്ങൾ ഒരൊറ്റ പ്രാർത്ഥന പ്രാർത്ഥിച്ചു, അല്ലാഹുമ്മ ജമ്മിൽഹു, അല്ലാഹുവേ ഈ സ്വഹാബിക്ക് നല്ല അഴക് കൊടുക്കണം, നല്ല ഭംഗി നിലനിർത്തി കൊടുക്കണേ അല്ലാഹ്.
ഭക്ഷണത്തിൽ ഇങ്ങനെ വല്ലതും കിട്ടിയാൽ എങ്ങനെ ദ്വാരക്കണം എന്നാണ് ഇമാം നബി റളിയല്ലാഹു അൻഹു അവിടെയാണ് ഈ ഹദീസ് കൊണ്ടുവരുന്നത്. ഭക്ഷണത്തിൽ വല്ല മുടിയോ വല്ലതോ കിട്ടിയാൽ നമ്മൾ ദ്വാരം കൊടുക്കുക, നമ്മളെ ഇണക്ക് അല്ലാഹുമ്മ ജമ്മിൽ ഹാ, പടച്ചോനെ ഭാര്യയ്ക്ക് നല്ല അഴകും സൗന്ദര്യവും ആഫിയത്തൊക്കെ നിലനിർത്തി കൊടുക്കുക. നമ്മളൊരു 65 ആകുമ്പോഴും 18 ആ പവറിൽ ഇങ്ങനെ നിൽക്കുകയാണെങ്കിൽ കാണുമ്പോൾ തന്നെ നമുക്ക് കുറച്ച് ആശ്വാസം ഉണ്ടാകൂലേ, നമ്മളെ കുറെ രോഗങ്ങളൊക്കെ കണ്ടാൽ തന്നെ മാറും. നല്ല ഭംഗി തന്നെ എന്നോട്ട് എനിക്ക് കുഴപ്പമുണ്ടോ? സ്വഹാബിക്ക് വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്തു. സ്വഹാബിമാര് പറയുന്നു 93 വയസ്സായിട്ടും ആ സ്വഹാബിന്റെ ഒരൊറ്റ രോമവും നരബാധിച്ചിട്ടില്ല, ആ ഭംഗിയിൽ തന്നെയുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥനയുടെ ബറക്കത്താണ്. ആ മുടി ഇങ്ങനെ എടുത്തിട്ട് തങ്ങൾ ദുആ ചെയ്തിട്ട് മുടി ഇങ്ങനെ ഇട്ടു, ആ വെള്ളം അങ്ങോട്ട് കുടിച്ചു. ഒരു മുടി അങ്ങോട്ട് കാണുമ്പോഴേക്ക് ചില ആൾക്കാർക്ക് അറപ്പും വെറുപ്പൊക്കെ കൂടിയിട്ട് ചില ഭാഷകളൊക്കെ അങ്ങോട്ട് വന്നിട്ട് സുബ്ഹാനല്ലാഹ്. പിന്നെ ആ ചൂട് എത്ര വരെ ഉണ്ടാവും? അടുത്ത ഭക്ഷണത്തിന്റെ ടൈം വരെ ആ ചൂടങ്ങനെ നിലനിൽക്കുകയാണ് ദായിമായിട്ട്. വേണ്ട, ചൂടാകേണ്ട ചില ഘട്ടങ്ങളുണ്ട്. അപ്പം നമ്മളാരും ചൂടാകണമില്ല. ഞാൻ അതുകൂടി പറഞ്ഞു നിർത്തട്ടെ. അപ്പം ചൂടാകണം. അപ്പം നമുക്ക് ആർക്കും ചൂട് വരുന്നില്ല. ആണുങ്ങളും പെണ്ണുങ്ങളും ഇണകൾ തമ്മിൽ ചൂടാകേണ്ട ഒരു നേരമുണ്ട്. ഭാര്യ ഭർത്താവിനോടും ഭർത്താവ് ഭാര്യയോടും, ആ അർത്ഥത്തിൽ തന്നെ പറയാം, അപ്പോഴല്ലേ മനസ്സിലാവുള്ളൂ. ചൂടാകേണ്ട ഒരു ടൈം ഉണ്ടോ? ഉണ്ട്. അല്ല ഉസ്താദെ, നമ്മുടെ ഇണ നമ്മളോട് ചൂടാകുക, നമ്മളോട് ചൂടാകേണ്ട, നമ്മൾ അങ്ങോട്ട് ചൂടാകേണ്ട ഒരു നേരമുണ്ട്. എപ്പോഴാണത്? ശറഇന് എതിരായ വല്ലതും, ആണിൽ നിന്ന് പെണ്ണ് കണ്ടാലും പെണ്ണിൽ നിന്ന് ആണ് കണ്ടാലും അവിടെ ചൂടാകണം, അവിടെ നിറം മാറണം. ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം, ബീവി ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നു, എൻ്റെ വീട്ടിലേക്ക് എപ്പോഴും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ വരുമ്പോ വാതിൽ കട്ടിലിന്റെ മേൽക്ക് കാൽ വെക്കുമ്പോഴേക്ക് തങ്ങൾ സലാം പറയും. സലാം പറയുമ്പോ ഞാൻ സലാം അടക്കും. അങ്ങനെ തങ്ങൾ വീട്ടിന്റെ ഉള്ളിലേക്ക് വരും. എന്തെങ്കിലും പ്രത്യേക ആവശ്യങ്ങൾ എനിക്ക് പറയാനുണ്ടെങ്കിൽ ഞാനത് പറയും. ആരെങ്കിലും വന്ന് പറയാൻ ഏൽപ്പിച്ചതുണ്ടെങ്കിൽ പറയും. ഞാൻ വല്ല ഏർപ്പാടിലുമാണെങ്കിൽ തങ്ങൾ പെട്ടെന്ന് എന്നോടുകൂടെ വന്ന് സഹകരിക്കും. ഞാൻ ചെയ്യുന്ന പണിയിൽ വല്ലതും മിച്ചമുണ്ടെങ്കിൽ അതിൽ കൂടിത്തരും. അങ്ങനെയുള്ള ആ സ്നേഹജീവിതമാണ്. ഒരു ദിവസം തങ്ങൾ വന്നിട്ട് ഉമ്മരപ്പടിയിൽ അങ്ങനെ നിൽക്കുന്നു, മിണ്ടുന്നില്ല, സലാം പറയുന്നില്ല. എന്താ നബിയെ ഞാൻ ചെയ്തു പോയ തെറ്റ്? എന്താണ് ഒന്നും സംസാരിക്കാത്തത്? ഞാൻ നേരെ വന്ന് ചോദിച്ചപ്പോ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുഖത്തേക്ക് ഞാൻ നോക്കി. തങ്ങളെ മുഖം ചുവന്ന് വിടർത്തിട്ടുണ്ട്, ചുവന്നിട്ടുണ്ട്, ദേഷ്യം കൊണ്ട് ചുവന്നിട്ടുണ്ട്. തങ്ങൾ ചോദിക്കുന്നു, ആയിഷ മാ ഹാദിഹിൻ നുംറുഖാ, ഈ ജീവനുള്ള ജീവിയുടെ ഫോട്ടോ, അത് ശരിക്ക് തുന്നി പിടിപ്പിച്ച ഒരു വിരി, അതാരാണ് ഇവിടെ തൂക്കിയത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചുമര്, അത് പെയിന്റടിക്കാത്ത ചുമരാണ് സഹോദരങ്ങളെ, കുമ്മായം തേക്കാത്ത ചുമരാണ്, സിമന്റ് ഇടാത്ത ചുമരാണ്. ഈ ചുമരിന് ഒരു മറയായിട്ട് ബീവി ആയിഷ റളിയല്ലാഹു അൻഹ തൂക്കിയ വിരിയില് ജീവനുള്ള ജീവിയുടെ ചിത്രം എംബ്രോയിഡറി ചെയ്ത് വെച്ചിട്ടുണ്ട്, തുന്നി പിടിപ്പിച്ച് ഭംഗിയാക്കി കൊത്തുപണി ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതാരാണ് ഇവിടെ തൂക്കിയത്? ഞാൻ തന്നെയാണ്, അള്ളാഹുവിന്റെ റസൂലെ തൂക്കിയത്. ഒരുപാട് രാജാക്കന്മാരുടെ നിവേദക സംഘങ്ങൾ സന്ദർശിക്കുന്ന വീടാണിത്. ഈ തേക്കാത്ത ചുമര് കാണാതിരിക്കാൻ വേണ്ടി ഒരു മറ വെച്ചതാണ്. ആയിഷ റളിയല്ലാഹു അൻഹയോട് അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, ആയിഷ, ഈ ചിത്രങ്ങളൊക്കെ കൊത്തിവെക്കുന്ന ആളുകളില്ലേ, അവരോട് അള്ളാഹു ആഖിറത്തിൽ ഒരു ചോദ്യം ഉന്നയിക്കും. അഹ്യൂമാ ഖലഖ്തും, നിങ്ങൾ പടച്ചതിന് നിങ്ങൾ ജീവൻ കൊടുക്കൂ. അവർക്ക് ജീവൻ കൊടുക്കാൻ കഴിയൂല. ജീവൻ കൊടുക്കുന്ന ആള് അള്ളാഹുവല്ലേ. അവരാകെ പരാജയപ്പെട്ടു പോകും, വലിയ ശിക്ഷ അവർക്കുണ്ടാകും. അത് പറഞ്ഞപ്പോ ആയിഷ റളിയല്ലാഹു അൻഹ വിരി അവിടുന്ന് പറിച്ചു, താഴെയിട്ടു, നിലത്ത് വിരിച്ചു, ചവിട്ടുന്നിടത്ത് വെച്ചു, പിന്നത് മുകളിൽ വിരിച്ചിട്ടില്ല. ഇത് ഒരു ഘട്ടമാണ്. ശറഇന് എതിരായിട്ട് ഇണകളിൽ നിന്ന് വല്ലതും കണ്ടാൽ അവിടെ കയർക്കണം. ആവശ്യമാകുന്ന വിഷയത്തിൽ ചൂടാകണം, വിഷയങ്ങൾ തിരുത്തണം, പറയണം, ഉപദേശിക്കണം. സാധാരണ കാര്യങ്ങളിലൊന്നും ചൂടാകേണ്ടതില്ല. അത് ക്ഷമിക്കാം, അത് സഹിക്കാം. ഇന്ന് അത്രേ ഉണ്ടാക്കിയിട്ടുള്ളൂ.
ഒരു ദിവസം നമ്മൾ വീട്ടിൽ പോയപ്പോൾ നമുക്കൊന്നും ചില ആൾക്കാർക്ക് ഒന്നും കൂട്ടാനും ഉപ്പേരി ഒന്നും വേണ്ടി വരും. അന്നെന്തോ തിരക്കുകൊണ്ടൊന്നും ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല. നല്ല ചാറുണ്ട്, കറിയുണ്ട്, വയ്ക്കാൻ പറ്റിയ അത്യാവശ്യം ചോറൊക്കെ നീങ്ങും, അതുകൊണ്ട് ഭക്ഷണമൊക്കെ നീങ്ങും. ഇന്നെന്തേ ഉപ്പേരിയൊന്നും ഇന്നലെ കൊണ്ടുവന്നിരുന്നല്ലോ, അതൊന്നും ഉണ്ടാക്കാൻ സമയം കിട്ടിയില്ല. സാറില്ല, അഡ്ജസ്റ്റ് ചെയ്ത് പോവുക, പ്രശ്നമാക്കണ്ട. അന്ന് അങ്ങനെ ആകട്ടെ. അന്ന് അതിൻ്റെ പേരിൽ നിന്ന് എനിക്ക് ചോറും വേണ്ട, ഒന്നും വേണ്ട, തള്ളി നീക്കണ്ട, അന്ന് അങ്ങനെ ആകട്ടെ. നമ്മുടെ സ്വന്തം വിഷയങ്ങളിലൊക്കെ ഒരു അഡ്ജസ്റ്റ്മെന്റ് സഹിച്ചുകൊണ്ട് ദീനിയായ വല്ല കാര്യങ്ങളിലും വല്ല മാറ്റങ്ങളോ വിഷയങ്ങളൊക്കെ വന്നാൽ അവിടെ നമ്മളെ നിറം മാറണം. അതെന്തിനാണത്? അത് ആഖിറത്തിലെ പുരോഗതി ലക്ഷ്യം വെച്ചുകൊണ്ടാണ്. ദുനിയാവിൽ അവർക്ക് വല്ല കേടും വരാനല്ല, ആഖിറത്തിൽ അവർ വിജയിക്കണമെന്ന് ലക്ഷ്യം വെച്ചുകൊണ്ട്. രണ്ട് രൂപത്തിലും ആ ശൈലി വേണം. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളത് ഉപദേശിച്ചിട്ടുണ്ട്. ഭാര്യയ്ക്ക് നേർക്ക് കൃത്യമായിട്ട് ചെലവ് കൊടുക്കാതെ പിശുക്കി വെക്കുന്നൊരു സ്വഭാവം ബഹുമാനപ്പെട്ട ഹിന്ദ് എന്ന് പറയുന്ന സഹോദരി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അടുത്ത് വന്നിട്ട് പറഞ്ഞു, നബിയെ, എൻ്റെ ഭർത്താവിനെ തങ്ങൾക്കറിയില്ലേ, കാര്യമായിട്ട് ഒന്നും തരുന്നില്ല, വലിയ ബുദ്ധിമുട്ടിലാണ്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നിങ്ങൾ ചോദിക്കാൻ നിൽക്കണ്ട, മൂപ്പര് പലപ്പോഴും കുപ്പായം ഒറ്റൊക്കെ കൊണ്ടുവന്ന് തൂക്കുമ്പോൾ ആവശ്യമുള്ളതൊക്കെ എടുത്തേക്കൊണ്ടിരുന്നു. പെർമിറ്റ് കൊടുത്തു, ആവശ്യമുള്ള ചെലവിന് കൊടുക്കണ്ടേ, അല്ലേ ബുദ്ധിമുട്ടായി പോകൂലെ. ഖുദീമാ യക്ഫീകി വവലദികി ബിൽ മഅറൂഫ്, ഓവറായി എടുക്കണ്ട, പാകത്തിന് നിങ്ങൾക്കും നിങ്ങളെ മക്കൾക്കും മതിയാകുന്നത് എടുത്തേക്കും. പെർമിഷനാണ്, ചോദിക്കൊന്നും വേണ്ട. ഇത് ഒന്നിനും വാങ്ങാതെ നമ്മൾ പുറത്തു പോയി നല്ല ജോലിക്ക് പോകും, അവിടുന്ന് നല്ല ഭക്ഷണം കിട്ടും, നല്ല മീൻകറിയും കൂട്ടാനും പൊരിച്ചതൊക്കെ. ഇവിടെ ഒന്നും താളുപ്പേരിയും മറ്റും കാര്യങ്ങളും മാത്രം, ഏതെങ്കിലും ഇലകളൊക്കെ പറിച്ചു വെക്കുക. ഇവിടെ മീൻ വാങ്ങാനും പൈസ കൊടുക്കൂല, ഇറച്ചി വാങ്ങാനും പൈസ കൊടുക്കൂല, ഒന്നിനും പൈസ കൊടുക്കൂല. എല്ലാ ദിവസവും ചോദിക്കുമ്പോൾ മറന്നു എന്ന് പറയും. അങ്ങനെ ആയാൽ പറ്റുമോ? അപ്പൊ ഇടക്കിടക്കൊക്കെ ഒരു 100 150 എടുത്തെങ്കിലല്ലേ ഇപ്പുറത്തുനിന്നൊരു മത്തിയോ ഒരു അയിലയൊക്കെ വാങ്ങാൻ കഴിയുള്ളൂ. അപ്പൊ ആവശ്യത്തിനുള്ളത് കൊടുക്കണം. കൊടുക്കാതിരിക്കുമ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉപദേശം കൊടുത്തത് ജീവിതത്തിന്റെ ഭാഗമായിട്ടാണ്. സ്നേഹമസൃണമായ പെരുമാറ്റവും ജീവിതവും നടത്തി ജീവിതത്തിന്റെ അവസാനം വരെ നല്ല സന്തോഷമുള്ള ജീവിതം നയിക്കാൻ അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാകട്ടെ.